സാർ ഇന്ന് മനോരമ ഉണ്ടല്ലോ അല്ലേ? ഉം. BJP-യുടെ പ്രകടന പത്രിക ഒന്നടങ്കം മനോരമയിലുണ്ട്. എന്ത് തോന്നുന്നു? അവരുടെ മനോരമയുടെ ജാക്കറ്റ് ആഡായിട്ടാണ്, അഡ്വർടൈസ്മെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ BJP അവരുടെ പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരസ്യം ചെയ്തിരിക്കുന്നത്. ആ പരസ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതും മറ്റ് മുന്നണികളുടെ വികസിത കാഴ്ചപ്പാടും തമ്മിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഈ 3 മുന്നണികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാവരും മത്സരിക്കുകയാണ് കേരളത്തെ വികസിപ്പിക്കാനായിട്ട്. ഓരോ മുന്നണിക്ക് പിന്നെ BJP-ക്ക് ആണെങ്കിൽ വികസിത കേരളം, പിന്നെ UDF-നാണെങ്കിൽ വികസന എന്താണ് പുതിയ യുഗം അല്ലേ, CPM-നാണെങ്കിൽ വികസന മുന്നേറ്റ ജാഥ അവർ നടത്തിയതെന്ന് സാർ. അപ്പോൾ ഇതെല്ലാം കേരളത്തിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം LDF-ൻ്റെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങളിലും എല്ലാവർക്കും ധാരാളം പരസ്യങ്ങൾ, ഈ വിശേഷിച്ച് ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ വരുന്നിടം വരെ ഈ ഒരു യന്ത്രമനുഷ്യൻ്റെ കണ്ടാൽ പേടിയാവുന്ന ഒരു ബലാത്സംഗക്കാരനെ പോലെ നിൽക്കുന്ന ഒരു യന്ത്രമനുഷ്യനെ കാണിച്ചുകൊണ്ടാണ് ഈ LDF-ൻ്റെ ആ ഒരു വികസനം എന്നുള്ള ഇമേജ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമേജ് ആവശ്യമാണ്. കേരളത്തിൻ്റെ വികസനത്തിന് എന്തായിരിക്കണം കേരളത്തിൻ്റെ വികസനം, അതിനൊരു ഇമേജ് ആവശ്യമാണ്. ആ ഇമേജ് കേരളത്തിനെ ഡിഫൈൻ ചെയ്യണം. വർത്തമാനത്തിനെ ഡിഫൈൻ ചെയ്യണം, ഭൂതകാലത്തിനെ ഡിഫൈൻ ചെയ്യണം, ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യണം. അതായത് അതിൻ്റെ ഒരു വികസനത്തിൻ്റെ ഗതി എന്തായിരിക്കണം എന്നുള്ളത് ആ ഇമേജ് ക്ലിയർ ആക്കണം. അതൊരു LDF-ൻ്റെ കണക്കുള്ള ഒരു ബലാത്സംഗക്കാരൻ്റെ ഒരു യാന്ത്രികമായ ഒരു ഇമേജ് അല്ല നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ കേരളം എന്താണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. എന്താണ് കേരളം? ഈ സങ്കീർണമായ സംഗതികളെ നമ്മൾ ലളിതമായിട്ട് കാണണം. അങ്ങനെ ലളിതമായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഈ വികസനത്തെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇമേജുകൾ ഉപയോഗിക്കുന്നതിനാണ്, വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനുഷ്യ ശരീരം, നമ്മളിപ്പം ഞാൻ ആ പ്രകൃതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ താങ്കളൊരു കാര്യം പറയുമ്പോൾ ചിരിക്കുന്നു, അതല്ലെങ്കിൽ എൻ്റെ ഭാവം മാറുന്നു. വളരെ ലളിതമാണ് ഈ എക്സ്പ്രഷൻസ് മാറുന്നത്. പക്ഷേ നമ്മുടെ ശരീരവും നമ്മളുടെ ഈ മസ്തിഷ്കത്തിൽ നടക്കുന്ന, ഒരു സെക്കൻഡിൽ നടക്കുന്ന എത്രയോ 10,000 ഉള്ള ഈ സൈനപ്റ്റിക് ഫയറിംഗ് ഒന്നും നമ്മൾ അറിയുന്നില്ല. ആ സങ്കീർണതയെല്ലാം നമ്മളൊരു ഭാവത്തിലൂടെ, ഒരു ചിരിയിലൂടെ, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനിലൂടെയൊക്കെ നമ്മൾ വെളിവാക്കുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ വികസനത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിന് ഇപ്പോൾ ഇന്ത്യയുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുള്ള വികസന മാതൃകകളാണോ കേരളത്തിന് വേണ്ടത്? അതല്ലെങ്കിൽ മറ്റെന്ത് രീതിയിലുള്ളതാണ് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കാരണം കേരളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളമാണ്. ഈ വെള്ളത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് നമ്മൾ ഈ പച്ചപ്പും പുഴകളും കായലും അതേപോലെ തന്നെ തോടുകളും വയലുകളും പാടങ്ങളും ഒക്കെ ആയിട്ട് ഈ വൃക്ഷങ്ങളുമായിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ ആ വെള്ളമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇവിടുത്തെ വെള്ളത്തിനെ മലിനമാക്കാത്ത, വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താത്ത ഏത് വികസനവും കേരളത്തിന് സ്വീകാര്യമാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ നിലവിലുള്ള കേരളത്തിൻ്റെ അവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മലിനമായ ജലം. ഇന്നിപ്പോൾ ഞാനൊക്കെ എൻ്റെ 25 വയസ്സ് വരെ കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത വെള്ളം കുടിച്ചു വളർന്നതാണ്. പക്ഷേ എൻ്റെ കുട്ടികൾ കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത വെള്ളം കുടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? നമ്മുടെ കുടിവെള്ളം മലിനമായി. നമ്മുടെ ഇന്ന് കുടിവെള്ളത്തിലേക്ക് നോക്കിയാൽ മതി, മലയാളി നേരിടുന്ന സകല രോഗങ്ങളെയും നമുക്ക് എണ്ണി ഈ കുടിവെള്ളത്തിലൂടെ നോക്കി കാണാൻ പറ്റും. നമ്മൾ ഈ കഴിഞ്ഞ ബജറ്റിൽ KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചപ്പം പറഞ്ഞു, താലൂക്ക് കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് സെൻ്ററുകളുള്ള രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. അതിൽ നമ്മൾ 1-ാം സ്ഥാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരു വിഡ്ഢിത്തമാണ് പറഞ്ഞത്. വിഡ്ഢിത്തമല്ല, എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ്. അതായത് താലൂക്കുകളിൽ അത്രയധികം കിഡ്നി രോഗികളുണ്ട്, വൃക്ക രോഗികളുണ്ടെന്നുള്ളതാണ് ആ പ്രഖ്യാപനം. എന്തുകൊണ്ട് ഇത്രയധികം വൃക്ക രോഗികൾ കേരളത്തിൽ വരുന്നു? ജലം മലിനമായതുകൊണ്ട്. എന്തുമാത്രം വിഷാംശങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രമാത്രം വിഷാംശങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഇന്ന് നമ്മളുടെ കൊച്ചി ധാരോടെത്ത് നോക്കുക, നമ്മുടെ ഒരുപാട് കനാലുകൾ, പേരണ്ടൂർ കനാൽ, അതേപോലെ തന്നെ ഇടപ്പള്ളി തോട്, ഇങ്ങനെ കുറേ തോടുകളും മറ്റ് സംഗതികളും ഒക്കെ പോകുന്നു. ഇതെല്ലാം ഇന്ന് പോകുന്നത് രോഗവാഹിനികളായിട്ടുള്ള തോടുകളാണ്.
അതിനകത്തൊന്നും വെള്ളമല്ല, കുഴകുഴാന്ന് ഒഴുകുന്ന മാലിന്യമാണ് ഒഴുകുന്നത്. സാർ ഇപ്പൊ പറയുന്നത് വെള്ളത്തിൻ്റെതായിട്ടുള്ള ആ കാര്യങ്ങളാണ്. പക്ഷേ അത് മാത്രമാണോ? അതും അല്ലാതെ മറ്റു തലങ്ങളിലും നമുക്ക് വികസനം വേണ്ടതല്ലേ? ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ ഉം, ഈ കണ്ട കാലം മുഴുവനും ഭരിച്ചു. ഉം. പക്ഷേ രണ്ടുപേരും ഭരിക്കുന്ന സമയത്ത് അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതല്ല ഭരിക്കുമ്പോൾ പറയുന്നത്. ഉം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അവിടെ ഒരു മാറ്റം വന്നാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകില്ലേ എന്നുള്ളതാണ്. ആ മാറ്റം വരുമ്പോൾ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അർബുദ രോഗം വെച്ചിട്ട് രാവിലെയും പോയിട്ട് ജിമ്മിൽ പോയിട്ട് നിങ്ങൾക്ക് ഒളിമ്പിക്സിന് പങ്കെടുക്കാൻ പറ്റൂ? ഇല്ല. ഇന്ന് കേരളത്തിലെ അർബുദ രോഗികളുടെ എണ്ണം നോക്കുക, ഇന്ന് കേരളം നേരിടുന്ന ആരോഗ്യ പ്രശ്നം നോക്കുക, ഇന്ന് യുവാക്കളെ ഈ ഒരു വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞത് എല്ലാ വികസനവും കേരളത്തിന് ആവശ്യമാണ്. ഇന്നത്തെ നമ്മളുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ട് നമ്മളുടെ ഈ കൊച്ചി നഗരത്തിലെ ഈ ഈ രോഗങ്ങൾ അല്ലെങ്കിൽ കൊഴുകുഴ ഒഴുകുന്ന നമുക്ക് ഈ തോടുകളെയും കനാലുകളെയും നമുക്ക് വൃത്തിയാക്കാൻ പറ്റും? ഇന്ന് അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട്, ഒരു പ്രയാസവും. ആ സാങ്കേതിക വിദ്യ അത് വെച്ച് നമ്മൾ പഠനം നടത്തി കഴിഞ്ഞാൽ എവിടെയാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്, എന്താണ് റീസൺ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ റീസണിനെ നമ്മൾക്ക് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്നിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ മതി. നല്ല സുന്ദരമായ തെളിനീര് ഒഴുകുന്ന പിന്നെ ഈ ജലസ്രോതസ്സുകൾ നമ്മളതിലൂടെ ഒഴുകും. അങ്ങനെ ഒഴുകുമ്പോഴത്തേക്ക് ഒട്ടനവധി രോഗങ്ങൾ തന്നെ മാറും. ജില്ലാടിസ്ഥാനത്തിൽ പോലും നമുക്ക് ഡയാലിസിസ് സെൻറ്റർ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഒരു പെർസ്പെക്റ്റീവ് വികസനത്തിന് വേണം. കേരളത്തിന് കഴിഞ്ഞ 80 വർഷം ഇല്ലാതായി പോയ സംഗതി ഈ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ കേരളത്തിൽ റോഡുകൾ തമിഴ്നാട്ടിലെ കണക്ക് ഒറ്റയടിക്ക് നേരെയുള്ള റോഡുകളാണോ കേരളത്തിൽ വേണ്ടത്? കേരളത്തിൽ വയലുകളും ഇപ്പം നമ്മൾ കാണുന്നില്ലേ, വെള്ളത്തിനെ പല സ്ഥലങ്ങളിലും തടയുകയാണ്. ഒരു മഴ വരുമ്പോഴത്തേക്ക് നാഷണൽ ഹൈവേ ഇടിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ വീഴുന്നു. അപ്പോൾ ഇതിനകത്തൂടെ എങ്ങനെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ശല്യപ്പെടുത്താത്ത വിധം ഈ റോഡുകൾ നിർമ്മിക്കാം? അതിന് സംവിധാനങ്ങളുണ്ട്, ഇല്ലേ? വളരെ വളരെ സുന്ദരമായ സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇന്ന് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും സാങ്കേതികമായി വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ ലഭ്യമാക്കാവുന്ന സാങ്കേതിക വിദ്യ നിലവിലുണ്ട്. അതിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഈ ജലസ്രോതസ്സുകളെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഉറപ്പാക്കിക്കൊണ്ട് മാലിന്യമാക്കാത്ത രീതിയിലുള്ള എല്ലാ വികസനങ്ങളും ആവശ്യമാണ്. ഇതിനകത്ത് ഇപ്പോൾ പറയുന്നുണ്ട് അതിവേഗ റെയിൽവേ വേണം, അതേപോലെ തന്നെ പാർക്കുകൾ വേണം, മെട്രോകൾ വേണം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പെർസ്പെക്റ്റീവ് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ എഴുത്തും വായന അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിക്ക് പോലും അറിയാൻ കഴിയും എൻ്റെ കുടിവെള്ളം അഴുക്കാവുമോ, എൻ്റെ കുടിവെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുമോ എന്നുള്ളത്. അതനുസരിച്ചിട്ട് അവനവിടെ അതാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് അവൻ്റെ വെള്ളം അഴുക്കാവുകയോ ഒഴുകാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവനെ തടയൂ. ഇന്നിപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും പോയി നോക്കുക, ടാങ്കർ ലോറിയിൽ വെള്ളം അടിക്കാൻ ശേഷിയുള്ളവർ അത്യാവശ്യം വെള്ളം അടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. കാക്കനാട് വരുന്ന ഈ ടാങ്കർ ലോറിയിൽ വെള്ളം അടിക്കാൻ നിവൃത്തിയില്ലാത്ത ധാരാളം ആൾക്കാരുള്ള സ്ഥലമാണ്. അവർ കുടിവെള്ളമില്ലാതെ കടന്ന് ഈ നെട്ടോട്ടം ഓടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതേസമയത്ത് കാക്കനാടിൻ്റെ ചുറ്റും വെള്ളം കൊണ്ട് മൂടപ്പെട്ട ഒരു സ്ഥലവുമാണ്. പുഴകളും ഇഷ്ടംപോലെ വാട്ടർ റിസോഴ്സസ് ഉള്ള അല്ലെങ്കിൽ ഈ മറ്റേ വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലമാണ്. അതെല്ലാം അതിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ രോഗം പിടിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇപ്പം BJPയുടെയും ഈ ഒരു സാധനം ഈ കേരള വികസിത കേരളം എന്നുള്ള സംഗതി കണ്ടു, ഒക്കെ ശരിയാണ്, ഇതെല്ലാം വേണം. ഇത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കണ്ടേ, നടക്കണ്ടേ, ശ്വസിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഇങ്ങനെ കേരളത്തിനെ കേരളമാക്കി നിർത്തിയെങ്കിൽ മാത്രമേ വിനോദസഞ്ചാരം നടക്കുകയുള്ളൂ. മറിച്ച് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നാളെ ഒരു എപ്പിഡമിക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ചെറിയൊരു സാംക്രമിക രോഗങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ, ഞാൻ പേര് പറയുന്നില്ല, പല പ്രദേശങ്ങളിലേക്കുള്ള ടൂറിസം ബുക്കിംഗ് ക്യാൻസൽ ആവാറുണ്ട്, ഇല്ലേ? അപ്പം ഈ രീതിയിൽ ടൂറിസം മേഖലയിൽ തന്നെ നമുക്ക് അപാരമായ സ്കോപ്പുണ്ട്. അത് എങ്ങനെയുള്ള ടൂറിസം ആയിരിക്കണം? മദ്യവും അതുപോലെ തന്നെ വ്യഭിചാരത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസമാണോ വേണ്ടത്? ഇതിനകത്തൊക്കെ ഉള്ളൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ക്ലിയറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ. അതിന് 3 മുന്നണികൾ ഒരേപോലെ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സാധനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ നമുക്ക് ആവശ്യമാണ്, പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അത് ദൗർഭാഗ്യവശാൽ 3 മുന്നണികളും ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്
നമ്മളിവരുടെ പ്രകടന പത്രിക കാണുമ്പോഴും കേരളം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ലളിതമായിട്ട് മനസ്സിലാക്കണം. ലളിതമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഒരു കേരളത്തിൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞത് സ്ത്രൈണമായ പ്രകൃതിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു ലളിതമായ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ സംതൃപ്തയും സന്തോഷവതിയുമായ ഒരു സ്ത്രീയുടെ ആ ഒരു രൂപമായിരിക്കണം ഈ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഒരു സുഗന്ധിയുടെ ചിത്രമായിരിക്കണം. എന്താ സുഗന്ധിയുടെ പ്രത്യേകത എന്നറിയോ? സുഗന്ധി എന്ന് പറഞ്ഞാൽ സന്തോഷവതിയും സംതൃപ്തയുമായി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് അവരുടെ ശരീരത്തിലുണ്ടാവുന്ന രാസപരിണാമങ്ങളിലൂടെ ശാന്തമായ, ഇപ്പോൾ ഡോപ്പമിൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം പ്രവർത്തിക്കുമ്പോൾ സ്ത്രീ സുഗന്ധിയാവും. ആ സ്ത്രീ ഒരു സുഗന്ധിയാവുമ്പോഴാണ് കേരളം നാറാതെ വരുന്നത്. കേരളവും അപ്പോൾ സുഗന്ധിയാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ കേരളം ദുർഗന്ധിയാണ്. സ്ത്രീകൾ എനിക്കറിയില്ല, എന്തായാലും ഇവിടെ കേരളത്തിൽ ഈ മറ്റേ സുഗന്ധദ്രവ്യങ്ങൾക്കൊക്കെ നല്ല മാർക്കറ്റുമാണ്. പെർഫ്യൂംസിനൊക്കെ നല്ല ഗംഭീര മാർക്കറ്റാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത് ഈ പെർഫ്യൂം എന്ന് വെച്ചാൽ മണമുള്ളതാണ്. മണം അപ്പോൾ എന്തോ മണമില്ലാത്തതിനെ മറയ്ക്കാൻ വേണ്ടിയായിരിക്കും പെർഫ്യൂം അടിക്കുന്നത്. അപ്പോൾ പെർഫ്യൂമുകൾക്ക് അതുപോലെ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു സുഗന്ധി എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെയാണ് കേരളത്തിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുക. അപ്പോൾ ആ പ്രകൃതിയും സ്ത്രീയും തമ്മിലുള്ള, സ്ത്രീയോടുള്ള സമീപനം ആയിരിക്കും പ്രകൃതിയോടുള്ള സമീപനം. നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായി അല്ലേ? അത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ്. സ്ത്രീകൾ അബ്യൂസ്ഡ് ആവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ പ്രകൃതി അബ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ സ്ത്രീകളോടുള്ള നമ്മളുടെ സമീപനം, ആണുങ്ങളുടെ സമീപനം, ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരു മൊത്തത്തിലൊരു പെർസ്പെക്റ്റീവ് ചേഞ്ച്. കഴിഞ്ഞ 80 വർഷമായിട്ട് ഈ CPM അല്ലെ കമ്മ്യൂണിസം കേരളത്തിൽ അടിച്ചുറപ്പിച്ചു കഴിഞ്ഞ ചില അബദ്ധധാരണകളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നമ്മുടെ കേരളം. അതുകൊണ്ടാണ് ഒരു ആൺ കാഴ്ചപ്പാടിലുള്ള വികസനമാണ് ഇപ്പോഴും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ബലാത്സംഗക്കാരൻ്റെ രൂപം വികസനത്തിന് രൂപം കൊള്ളുന്നത്. മറ്റേ LDFൻ്റെ യന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് കണ്ടാൽ പേടിയോ അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇമേജ് വരുന്നത് അതുകൊണ്ട് അതിനെ മാറ്റിയിട്ട് ഒരു സുഗന്ധിയുടെ ഇമേജിലേക്ക് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ എത്രയോ സ്ത്രീകൾക്ക് സുഗന്ധി എന്നുള്ള പേരിട്ടിരിക്കുന്നില്ല. മനോഹരൻ, സുഗന്ധി എന്നൊക്കെയുള്ള പേര് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. മനുഷ്യനെ ശാന്തവും അതേപോലെ തന്നെ സംതൃപ്തവുമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കണം ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ആ പെർസ്പെക്റ്റീവ് ഈ 3 മുന്നണികൾക്കും അവരുടെ ഈ വികസന കാഴ്ചപ്പാടിലോ അവരുടെ പത്രികകളിലോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതേസമയത്ത് ഈ പറയുന്ന സംഗതികളെല്ലാം നമുക്ക് വേണ്ടതാണ്. അതെല്ലാം വളരെ മനോഹരമായിട്ട് സാധ്യമാക്കുകയും ചെയ്യാം. ഉദാഹരണത്തിന് നമ്മുടെ വാട്ടർ ബോഡീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ബ്രിഡ്ജസ് ഉണ്ടായിക്കൂടാ?